തൊഴിലാളികളും തങ്ങൾക്ക് മാന്യമായിട്ടുള്ള കൂലി കിട്ടാത്തതിന്റെ ഭാഗമായിട്ടും അതുപോലെ മാന്യമായിട്ടുള്ള പെരുമാറ്റം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടും വനിതകളോടൊക്കെ മോശം പെരുമാറ്റം കിട്ടുമ്പോഴും ഓടിയെത്തി ശബ്ദമുള്ളപ്പോഴുള്ള ഞങ്ങളോടാണ്, തൊഴിലാളി നേതാക്കന്മാരോടാണ്, തൊഴിലാളി യൂണിയനോടാണ്. അത്തരം പ്രശ്നങ്ങളിലെല്ലാം ആധികാരികമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം തൊഴിലാളികൾക്കൊപ്പം തന്നെ തൊഴിലെടുക്കുന്ന കോൺട്രാക്ട് തൊഴിലാളികൾക്കും മാന്യമായിട്ടുള്ള വേതനം കിട്ടുവാനും അവർക്ക് തൊഴിലുറപ്പ് കിട്ടുവാനുമെല്ലാം ഏറ്റവും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ കമ്പനിയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രേഡ് യൂണിയൻ. അതുപോലെ സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം കിട്ടുന്നതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൊഴിലിടത്തിൽ അന്തസ്സോടെ വന്ന് തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പെൺകുട്ടികളെ വരെ ശരീര പരിശോധന വരെ നടത്തുന്ന സാഹചര്യം ചില കമ്പനികളിൽ ഉണ്ടായത് മുൻ വർഷങ്ങളിൽ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ രജിസ്റ്ററിൽ പേരെഴുതി വരച്ച് കാത്തുനിന്ന് മാനേജ്മെന്റിന്റെ അനുവാദം കിട്ടിയാൽ മാത്രം ബാത്റൂമിൽ പോകാൻ അനുവാദം നൽകുന്ന കമ്പനികളും ഈ തൊഴിലിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളിലുമെല്ലാം ഏറ്റവും കൃത്യമായി ഇടപെട്ടുകൊണ്ട് കോൺട്രാക്ട് തൊഴിലാളികളെയും അതുപോലെ തന്നെ കരാർ തൊഴിലാളികളെയും ട്രെയിനീസിനെയും എല്ലാം നിവർന്നു നൽകുവാനും തൊഴിലിടങ്ങളുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതിനുമെല്ലാം ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന പ്രവർത്തനം അവരുടെ ഓഫറുകൾ സ്വീകരിക്കുവാനും വേണ്ടി ഇവിടെ വന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളോട് ഒന്നുകൂടി കയ്യും പണത്തിക്കറിയാമോ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ സമരസ്ഥലത്തെത്തി ഈ സമരത്തിന് എല്ലാവരുടെ സഹായവും